9ാം വയസ്സിൽ മുതലേ പിടിച്ച ഒരു പ്രധാനമന്ത്രിയും 14ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമ കയറിയ ഒരു മുഖ്യമന്ത്രിയുള്ളപ്പോൾ എന്താ പേടിക്കാനുള്ളത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറ്റവും അധികം രക്തദാനം നൽകിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. നാളെ ഡിവൈഎഫ്ഐയുടെ രക്തം വേണ്ടാന്ന് ഈ സർക്കാർ പറയുന്നു. ഇത് തെറ്റായ ഒരു രീതിയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ എന്താ ഒരു കുറവുള്ളത്? കേന്ദ്രവും കേരളവും വിചാരിച്ചാൽ അത് ബാക്കി കാര്യമായിട്ട് പോവാം. നല്ലൊരു പ്രധാനമന്ത്രി, നല്ലൊരു മുഖ്യമന്ത്രിയാണുള്ളത്. 9ാം വയസ്സിൽ മുതലേ പിടിച്ച ഒരു പ്രധാനമന്ത്രിയും 14ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമ കയറിയ ഒരു മുഖ്യമന്ത്രിയുള്ളപ്പോൾ എന്താ പേടിക്കാനുള്ളത്? എത്ര എളുപ്പത്തിൽ കിട്ടും. എന്നാൽ അതിനെടുക്കുന്ന സമീപനം എന്താണ്? ഈ സമീപനം ശരിയാണോ? ഇതിലെല്ലാവരും ഒന്നിക്കണം. ഇതിപ്പോ CPM ഒരു തുടക്കത്തിൽ ഒരു പ്രക്ഷോഭം നടത്തുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയമാണ്. ഗൗരവത്തിൽ ഈ പ്രശ്നത്തെ കണ്ടുപോകണം. ഇതൊരു ന്യായമല്ല. അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12 UDF ആണ്. 12 UDF MLA-മാർ, 2 MP-മാർ. വയനാട്ടിൽ ഒരു കഷ്ണം ഇവിടെ കൂട്ടിക്കുക, എന്നാൽ 2.25 എന്ന് പറയാം. ജില്ലാ പഞ്ചായത്ത് ഒക്കെ UDF അല്ലേ? ഒരു മാറ്റം അതല്ലേ വേണ്ടത്? എന്തേ മിണ്ടാത്തത്? ന്യായമായും കോഴിക്കോട് ലഭിക്കേണ്ട എയിംസ് ലഭ്യമാകുന്ന കാര്യത്തിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രക്ഷോഭത്തിന് തയ്യാറാണ്. UDF, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഈ പ്രക്ഷോഭത്തിൽ നമുക്കൊപ്പം അണിനിരക്കാൻ തയ്യാറാണോ? ന്യായമായ ചോദ്യമല്ലേ? തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രക്ഷോഭം നടത്താം. ആരോഗ്യ വകുപ്പ് മന്ത്രി എടുത്ത തെറ്റായ നിലപാട്, കോഴിക്കോട് എന്ന ഒരേ ഒരു പേരിന് വെട്ടി അത് 4 പേരാക്കിയ നിലപാട് തെറ്റാണെന്ന് പറയാൻ ഈ കോഴിക്കോട് ജില്ലയിലെ UDF MLA-മാർ തയ്യാറാണോ? ഈ കോഴിക്കോട് ജില്ലയിലെ MP തയ്യാറാണോ? ഈ കോഴിക്കോട് ജില്ലയിലെ UDF സംവിധാനം തയ്യാറാണോ? ഇതാണ് ചോദ്യം. ഇത് സ്വാഭാവികമാണ്. ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ബാക്കി മോനമാഷ് ഇവിടെ വിശദീകരിച്ച് സംസാരിക്കും. സഖാക്കൾ KK ലതികയും വസീഫും ഒക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ഭരണം, ഒരു ഭരണം 2 മാസം ആകാൻ പോകുന്നു. 2 മാസം ഒരു ഭരണത്തെ ആകെ വിലയിരുത്തുന്ന കാലമല്ല നമുക്കറിയാം. പക്ഷെ ഏതാണ്ട് ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നിശ്ചയിക്കാൻ 2 മാസത്തെ കാലം. ഇവിടെ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പലരിലും ലോകകപ്പ് ഫൈനൽ കഴിഞ്ഞപ്പോൾ നല്ല ആഹ്ലാദമുള്ളവരുണ്ട്, വിഷമമുള്ളവരുണ്ട്. ഞാൻ കുറച്ച് വിഷമത്തിലാണ്. അർജന്റീന പോയി. പക്ഷെ ഒരു കളിയും ഇന്നലെ കളിച്ചില്ല. മെസ്സിക്ക് തന്നെ ബോൾ കിട്ടിയ അവസാനമാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. എന്നാൽ ബ്രസീലിന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ വസീഫൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, രാത്രി എന്നെ വിളിക്കുന്നു കളി കഴിഞ്ഞപ്പോ. എനിക്ക് മനസ്സിലായി വിളി എന്തിനാണ്. ആദ്യം ഞാൻ എടുത്തില്ല, പിന്നെയും വിളി. അപ്പൊ എടുത്തു. ഞാൻ പറഞ്ഞു നല്ല പനിയാ, പിന്നെ സംസാരിക്കാം. നമുക്ക് ലോകകപ്പ് ഫൈനൽ കാണുമ്പോൾ ഏത് ടീമിനെ പിന്തുണക്കുന്നവരായിക്കൊള്ളട്ടെ ഒരു ഭയം ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ഭയമുണ്ടായിരുന്നു. മെസ്സി അളന്നു മുറിച്ച് നൽകുന്ന ക്രോസ് ഹെഡ് ചെയ്യാൻ നേരത്ത് കരണ്ട് പോകുന്നു, നമുക്കൊക്കെ പേടിയുണ്ടായി. 2022 ലോകകപ്പിന് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. 2018 ലോകകപ്പിന് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്തേ ഇന്നിങ്ങനെ ഒരു പേടി? എപ്പോഴാ കരണ്ട് പോകുന്ന അറിയില്ല. എന്താ ഇങ്ങനെ ഒരു അവസ്ഥ? ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഇടപെടാൻ തയ്യാറാകാത്ത ഒരു സർക്കാരായി UDF സർക്കാർ മാറി. UDF സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് വൈദ്യുതി മേഖലയിൽ ഉണ്ടായി. ഈ ഘട്ടങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സമീപനം ഇല്ലേ? കേരളത്തിന് ആവശ്യമുള്ള 400ഓളം മെഗാവാട്ട് വൈദ്യുതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ചുരുങ്ങിയ ചെലവിൽ വാങ്ങണം. വൈദ്യുതി മന്ത്രി പറഞ്ഞു, അയ്യോ 10 റുപ്യയിലധികം യൂണിറ്റിന് വൈദ്യുതി ലഭിക്കുന്ന സ്ഥലമില്ല. നമ്മൾ പല സ്ഥലത്തും പരിശോധിച്ചു. അപ്പോഴാണ് പവർ സെന്ററിൽ നിന്ന് വിവരം കിട്ടുന്നത്. കർണാടക സംസ്ഥാനം 9 രൂപ 2 പൈസക്ക് വൈദ്യുതി കൊടുത്തിട്ടുണ്ട്. ജൂലൈ മാസം 15 കൊടുത്തിട്ടുണ്ട്. കർണാടക ഭരിക്കുന്ന ആരാ? കോൺഗ്രസ്. കേരളം ഭരിക്കുന്ന ആരാ? കോൺഗ്രസ്. കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി ആരാണ്? കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ്. KPCC പ്രസിഡന്റായ വൈദ്യുതി മന്ത്രി ഉണ്ടായിരിക്കെ 9 രൂപ 2 പൈസക്ക് വൈദ്യുതി തൊട്ടടുത്ത നോക്കിയാൽ കാണുന്ന കർണാടകയിൽ നിന്നും, കർണാടക ഗവൺമെന്റിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യം എങ്ങനെ ഒഴിവായി? ഗൗരവമുള്ള പ്രശ്നമല്ലേ? എങ്ങനെ ഒഴിവായി?
ബാക്കി എല്ലാ കാര്യവും ഇലക്ഷന് കർണാടക സഹായം നൽകിയിട്ടുണ്ട്, നമുക്കറിയാലോ. അതിനൊരു കുറവുണ്ടായിട്ടില്ല. MLA-മാർക്ക് പ്രത്യേക സഹായം, MLA-മാർക്കല്ല സ്ഥാനാർത്ഥികൾക്ക് മത്സരിച്ച സഹായമായിരുന്നു. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് കർണാടക സംസ്ഥാനമാണ്. എന്റെ വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിൽ ആ നിലപാടുണ്ടായില്ല. അപ്പോ പിന്നെ വൈദ്യുതി മന്ത്രി പറഞ്ഞു, ഒരു ദീർഘകാല കരാർ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഒഴിവാക്കിയതാ പ്രശ്നം. LDF ഗവൺമെന്റ് ഒഴിവാക്കിയതാണോ? അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് 2 ദിവസം മുമ്പ് വ്യക്തമാക്കിയതല്ലേ? ദീർഘകാല കരാർ LDF ഗവൺമെന്റ് ഒഴിവാക്കുകയല്ല, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും അതുമായി തുടർന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ കോടതിയുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കോടതി ഇടപെട്ട പ്രശ്നങ്ങൾ, എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മിസ് മാനേജ്മെന്റ് ഇതിനുണ്ടായി. അതിന് വൈദ്യുതി മന്ത്രിക്ക് ഇതിനൊക്കെ സമയമുണ്ടോ? വൈദ്യുതി മന്ത്രി ഇപ്പൊ ചെയ്യുന്നത് KPCC പ്രസിഡന്റിന്റെ പണിയല്ലേ? KSU പ്രസിഡന്റിനെ കണ്ടാൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. ഇപ്പൊ ഈ വേദിയിൽ ഞാൻ ഇറങ്ങി ആരെങ്കിലും വന്ന് ചെയ്യിക്കലെന്ന് മുഖം തിരിച്ചു പോയാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താ? അതാണ് KSU പ്രസിഡന്റിന് തേവര കോളേജിൽ മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. കാരണം അഥവാ മുഖ്യമന്ത്രി KSU പ്രസിഡന്റിനെ അപ്പോ മുഖത്ത് നോക്കിയിരുന്നെങ്കിൽ ഒരു ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നു. അത് ഒഴിഞ്ഞു കിട്ടി. അതിൽ ആഭ്യന്തരമന്ത്രി സന്തോഷിച്ചു. ഇങ്ങനെ ഒരു തമ്മിലടി 2 മാസം തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു UDF സർക്കാർ ഈ കേരളത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടോ? വൈദ്യുതി മന്ത്രിക്ക് വൈദ്യുതി വകുപ്പ് നോക്കാൻ നേരമില്ല. വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റ് പണിയെടുത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കം തീർക്കാൻ നടക്കുന്നു. അത് കാരണം കേരളം ഇരുട്ടിലാകുന്നു. ഇതല്ലേ പ്രശ്നം? ഇതാ വിഷയം. ഏകീകരിച്ചൊരു അഭിപ്രായം മന്ത്രിമാർക്കുണ്ടോ? വന്ദേ മാതരം സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഴുവൻ ഈരടികൾ പാടുന്നതുമായി ബന്ധപ്പെട്ട് ചില മന്ത്രിമാർക്ക് വ്യത്യസ്ത അഭിപ്രായം, എന്നാലും പാടി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ചില മന്ത്രിമാർക്ക് വ്യത്യസ്ത അഭിപ്രായം, അതും അവിടെ കിടക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിലെ പരാമർശം മുഖ്യമന്ത്രിക്ക് ഒരു അഭിപ്രായം, മറ്റൊരു മന്ത്രിക്ക് വേറൊരു അഭിപ്രായം. ഓരോ വിഷയത്തിലും മന്ത്രിമാർക്ക് വ്യത്യസ്ത അഭിപ്രായം. ധവളപത്രവുമായി ബന്ധപ്പെട്ട് തൊഴിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുമോ എന്ന് മന്ത്രിസഭ ചർച്ച ചെയ്ത് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ധവളപത്രവുമായി ബന്ധപ്പെട്ട് പിന്നീട് മറ്റൊരു മന്ത്രി പ്രതികരിക്കുന്നു. എന്തിന്? കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് യോജിച്ച അഭിപ്രായമുണ്ടോ? റോഡിലൊക്കെ കുഴി ഉണ്ടാവും, കാരണം നല്ല മഴയാണെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത്. പകർച്ചവ്യാധി ഇനിയും ഉണ്ടാകും, കാരണം നല്ല മഴയാണെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ പവർ കട്ട് ഉണ്ടാവും, കാരണം മഴയില്ല എന്നാണ് വൈദ്യുതി മന്ത്രി പറഞ്ഞത്. ഇതിൽ ഏതാണ് ശരി? മഴയുടെ കാര്യത്തിലെങ്കിലും യോജിച്ചൊരു അഭിപ്രായം എടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സർക്കാരാണെന്ന് ഈ 2 മാസത്തിനിടയിൽ തെളിയിച്ചില്ലേ? പിന്നെ അതന്നെ പുറത്ത് നോക്കാനും നേരില്ല. പിന്നെ ഇതൊക്കെ നാട് മനസ്സിലാക്കുന്നു. മാറ്റം ആഗ്രഹിച്ചവർ ഇപ്പൊ നാറ്റം അനുഭവിക്കുന്നു. അതാണ് കേരളത്തിന്റെ സ്ഥിതി. നേരിട്ട് പറയുകയാണ്, കടലോര മേഖലയിൽ പോകാൻ വേണ്ടി പറ്റില്ല. ട്രോളിംഗ് നിരോധന ഘട്ടത്തിൽ കേരളം കാലാകാലമായി നൽകിയിരുന്ന സൗജന്യ റേഷൻ നൽകിയില്ല. അവസാനം പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയേണ്ടി വന്നു, നിവേദനം നൽകേണ്ടി വന്നു. 2 ആഴ്ച കഴിഞ്ഞാണ് ഒരു ഔദാര്യം പോലെ നൽകാമെന്ന് മന്ത്രി പറഞ്ഞത്. പഞ്ഞമാസ ധനസഹായം കാലാകാലങ്ങളായി 10 വർഷം മുടങ്ങാതെ LDF സർക്കാർ നൽകിയത് നൽകാതിരുന്നു. 2 ആഴ്ചക്കാലം. പ്രവാസികൾക്ക് പെൻഷൻ ഇല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പൊളിക്കുന്ന പണി. കേരളത്തിന്റെ ആശ്വാസമായ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൊളിക്കുന്നു. ആരോടാണ് ഈ വാശി കാണിക്കുന്നത്? എന്തിനാണ് ഈ വാശി? നല്ലതിനെ സ്വീകരിച്ചൂടെ? ഇന്നലെ ആ DYFIയുടെ പൊതിച്ചോറ് വിതരണം മുടക്കാൻ നോക്കിയില്ലേ? ആരെങ്കിലും അതിനൊക്കെ എതിർക്കൂ? പിന്നെ U-turn അടിച്ചത് വേറെ കാര്യം. പൊതിച്ചോറ് കൊടുക്കാൻ പറ്റില്ല. 9 കൊല്ലമായി കൊടുക്കുന്ന പൊതിച്ചോറ് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഈ കേരളത്തിൽ ചോറ് നൽകുമ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, കൊടിയുടെ നിറം നോക്കിയിട്ടില്ല. രോഗികൾ, കൂട്ടിരിപ്പുകാർക്ക് അതൊരു ആശ്വാസമാണ്. ഓരോ വീടുകളിൽ നിന്നും അത് ശേഖരിച്ച് അത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വിതരണം ചെയ്യുന്നു. അതിന് എന്തിനാണ് ആരോഗ്യമന്ത്രി അത് പറ്റില്ല എന്ന് പറയുന്നത്? അത് എന്തൊരു തെറ്റായ നിലപാടാണ്. എന്നാൽ പിന്നെ അതിൽ നിന്നും മെല്ലെ മാറുന്ന സ്ഥിതി വന്നു.
ഇന്ത്യയിൽ ഏറ്റവും അധികം രക്തദാനം നൽകിയ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറ്റവും അധികം രക്തദാനം നൽകിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. നാളെ ഡിവൈഎഫ്ഐയുടെ രക്തം വേണ്ടെന്ന് ഈ സർക്കാർ പറയുന്നു. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജീവൻ ഉൾപ്പെടെ നൽകിയാലും പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് ധീരതയോടുകൂടി യുവജനങ്ങൾ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്ന യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ജീവൻ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോട് ചോറ് നൽകരുതെന്ന് പറഞ്ഞ പോയി പണിയൊക്കെ പറയില്ലേ? അത് പറയും. അതുകൊണ്ട് ഭരണം എന്ത് നല്ലത് ചെയ്താലും ഞങ്ങൾ പിന്തുണക്കും. LDF ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തികൾ തുടരാൻ ആഗ്രഹിച്ചാൽ അതിനെയും ഞങ്ങൾ പിന്തുണക്കും. എന്നാൽ തെറ്റ് ചെയ്താൽ, ഇത് 2 മാസം ആയിട്ടുള്ളൂ, ഇപ്പോഴേ എതിർക്കണോ എന്നൊരു വാദം പറഞ്ഞുകൊണ്ട് അഴിമതിയും തെറ്റും ചെയ്യാൻ ആരെങ്കിലും തയ്യാറായാൽ ആ അഴിമതിയെയും തെറ്റിനെയും തടയുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നുള്ളത് ഈ നാട് ഭരിക്കുന്നവർ തിരിച്ചറിയണം, മനസ്സിലാക്കണം, മനസ്സിലാക്കി പോകണം.